ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡാണ് നോക്കുന്നത്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡിൽ 3 ടൈപ്സ് ഉണ്ട്. വെൻ റാങ്ക്സ് ആർ നോട്ട് ഗിവൺ, വെൻ റാങ്ക്സ് ആർ ഗിവൺ, വെൻ ദർ ഇസ് എ ടൈ ബിറ്റ്വീൻ ദ റാങ്ക്സ്. അതിൽ ഫസ്റ്റ് മെത്തേഡായ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ വെൻ റാങ്ക്സ് ആർ നോട്ട് ഗിവൺ. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന 6 കുട്ടികളുടെ 2 സീരീസ് ഓഫ് ഡാറ്റ സെറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കും ഇംഗ്ലീഷിലെ മാർക്കും തമ്മിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇതിനെ ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലർ കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 2 ഡാറ്റ സെറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്ക്, അതിനെ ഞാൻ എക്സ് ആക്കി എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് R1 റാങ്ക് 1 എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റിനെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ ഏറ്റവും ചെറുതിന് നമ്മൾ 1 എന്ന റാങ്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് കൂടി അസെൻഡിങ് ഓർഡറിൽ നമ്മൾ റാങ്ക് 2, 3, 4 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3. അപ്പോൾ അതിന് ഞാൻ 1 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് വരുന്നത് 4 ആണ്. നമ്പർ 2 എന്ന് കൊടുത്തു. ബാക്കിയുള്ളത് ഞാൻ അക്കോർഡിംഗ്ലി മാർക്ക് ചെയ്യാണ്. എല്ലാം ഞാൻ റാങ്ക് ചെയ്തു. ഇനിയുള്ളത് മാർക്സ് ഇൻ ഇംഗ്ലീഷ്, അതായത് വൈ ഡാറ്റ സെറ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത കോളത്തിൽ റാങ്ക് 2, അതായത് ഇതിൻ്റെ റാങ്കുകളാണ്, ഡാറ്റ സെറ്റ് ഇംഗ്ലീഷിൻ്റെ റാങ്കാണ് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ചെറുതിന് റാങ്ക് 1 കൊടുക്കുക, റാങ്ക് 2 അക്കോർഡിംഗ്ലി മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ 2 ഡാറ്റ സെറ്റിൻ്റെയും റാങ്കിങ് ഞാൻ ചെയ്തു. അടുത്ത ചെയ്യേണ്ടത് ഡി കണ്ടുപിടിക്കലാണ്. ഡി ഇസ് ദ ഡിഫറൻസ്. ഡി ഈസ് ഈക്വൽ ടു R1 മൈനസ് R2, 5 മൈനസ് 4 is equal to 1, 3 മൈനസ് 1 equal to 2. അങ്ങനെ ബാക്കിയുള്ളത് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ ഈ ഒരു ഡാറ്റ സെറ്റ് നെക്സ്റ്റ് വൺ ഇസ് ഡി സ്ക്വയർ. ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. കാരണം ഈ നെഗറ്റീവ്സ് ഒക്കെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ 4, 0, 2 സ്ക്വയർ 4, 2 സ്ക്വയർ 4. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 14 ആണ്. അതായത് സിഗ്മ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 14. ഇനി നമ്മൾക്ക് നമ്മളുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഫോർമുല ഇതാണ്. റോ, ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ഗ്രീക്ക് ലെറ്റർ റോ. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ. അപ്പോൾ 2 അൺനോൺസ് ആണുള്ളത്. ഒന്ന് സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ നമ്മൾ നേരത്തെ 14 എന്ന് ലഭിച്ചു. ഇനി എൻ എന്ന് പറയുന്നത് എത്ര ഡാറ്റ ഉണ്ടെന്നുള്ളതാണ്. 1, 2, 3, 4, 5, 6. എൻ ഇസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു 14 ബൈ 6 ക്യൂബ് മൈനസ് നമുക്കിതിൻ്റെ വാല്യൂ 0.6 എന്ന് ലഭിച്ചു. അപ്പോൾ 0.6 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോറിലേഷനാണ്, മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് റാങ്കുകളാണ്. 2 ജഡ്ജസ് കുട്ടികൾ 7 കാൻഡിഡേറ്റ്സിന് കൊടുത്തേക്കുന്ന റാങ്കുകളാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം സ്പിയർമാൻ്റെ. അപ്പോൾ റാങ്ക് തരുമ്പോൾ, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡാറ്റ തരുമ്പോൾ എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ റാങ്ക് തരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കാണുന്നതെന്നാണ് നോക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ എഴുതി, അവർക്കിടെ റാങ്ക് ബൈ ജഡ്ജ് 1 ആൻഡ് ജഡ്ജ് 2. ഇതിനെ വിളിക്കുന്നതാണ് റാങ്ക് 1, ഇതാണ് റാങ്ക് 2. തന്നിരിക്കുന്ന റാങ്കുകളാണ്. വളരെ എളുപ്പമാണ്. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് കാണുക. 5 മൈനസ് 6, R1 മൈനസ് R2, 5 മൈനസ് 6 മൈനസ് 1. ബാക്കിയുള്ളത് ചെയ്യുന്നു. നമ്മൾ എല്ലാത്തിനെയും ഡിഫറൻസ് കണ്ടു. ഇനി നമ്മൾ കാണേണ്ടത് ഡി സ്ക്വയർ ആണ്. ഈ തന്നേക്കുന്ന കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ പോസിറ്റീവ് ആക്കാൻ ഇതിൻ്റെ സ്ക്വയർ കാണാം. അപ്പോൾ 1 സ്ക്വയർ ഇസ് 1. ബാക്കിയുള്ളത് കാണുകയാണ്. ഫൈനലി നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ ടോട്ടൽ കാണണം, അതായത് സിഗ്മ ഡി സ്ക്വയർ കാണണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
40 എന്ന് പറയുന്ന നമ്പറാണ്. അതിനുശേഷം നമ്മളുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഫോർമുല നമ്മൾക്കറിയാം. 1 - 6 × സിഗ്മ d² / n³ - n. സിഗ്മ d² വാല്യൂ 40 എന്ന് ലഭിച്ചു. എന്നിൻ്റെ വാല്യൂ 7 ആണെന്ന് നമ്മൾ എണ്ണി കണ്ടുപിടിച്ചു. ഇത് 7 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 1 - 6 × 40 / 7³ - 7 സോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ 0.286 എന്നാണ്, വിച്ച് ഇസ് വീക്ക് പോസിറ്റീവ് കോറിലേഷൻ. ഇങ്ങനെയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വെൻ ദ റാങ്ക്സ് ആർ ഗിവൺ കണ്ടുപിടിക്കുന്നത്. നമ്മൾ സ്പിയർമാൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വെൻ ദർ ഇസ് എ ടൈ ഇൻ റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കേസും കൂടിയാണ് നോക്കുന്നത്. ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലയൊക്കെ വരുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. The following are the data on advertising experience in rupees of 1000 ആയിരങ്ങളിൽ തന്നിരിക്കുന്നു and sales given in lakhs in a company. Determine the correlation coefficient between them and interpret the result. ചോദ്യത്തിൽ ഏത് ടൈപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ മെത്തേഡ് ഉപയോഗിക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ ഞാനിവിടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചറും സെയിൽസും തന്നിരിക്കുന്നത് ഞാൻ ഒരു ടാബുലർ കോളത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ ഒരു ടാബുലർ കോളം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ എക്സ്പെൻഡിച്ചർ ഇൻ തൗസൻഡ്സ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് എഴുതി. അതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. അതാണ് നമ്മളുടെ എക്സ് വാല്യൂ. ഇനി അടുത്ത കോളത്തിൽ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് R1 എന്നാണ്. R1 റാങ്ക് 1 എന്നാണ് അതിൻ്റെ മീനിങ്. റാങ്ക് 1 അതായത് എക്സിൻ്റെ റാങ്ക്, അതാണ് റാങ്ക് 1. നൗ റാങ്ക് നമ്മൾ എപ്പോഴും നോക്കുന്നത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്, ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ തന്നെ പോവാം. ഏറ്റവും ചെറുത് എത്രയാണ് ഇവിടെ? 18. 18ൻ്റെ റാങ്ക് എത്രയായിരിക്കണം? അപ്പോൾ 1, 19, 2. അപ്പോൾ നമ്മൾ റാങ്ക് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന വൈ വാല്യൂ, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വൈ വാല്യൂ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ വൈ എന്ന് നോട്ട് ചെയ്തു. അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? റാങ്ക് 2 ആണ്. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് വൈ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. നൗ ഇവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ വരുന്നത് ഫസ്റ്റ് റാങ്ക് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന് വരുമ്പോൾ ഇങ്ങനെ റാങ്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇതാണ്. നമുക്ക് റാങ്ക് ചെയ്തു പോകാം. 17 റാങ്ക് 1 കൊടുക്കാം. വീണ്ടും 17 കൊടുത്തിട്ടുണ്ട്, അതിന് റാങ്ക് 2 കൊടുക്കുന്നു. ഓക്കെ, 18 റാങ്ക് 3, വീണ്ടും 18 റാങ്ക് 4, 19 റാങ്ക് 5, 20 റാങ്ക് 6, 24 റാങ്ക് 7. പക്ഷേ ഇതല്ല ഫൈനൽ റാങ്ക്. ഫൈനൽ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റിപ്പീറ്റ് ചെയ്തേക്കുന്ന റാങ്ക് തമ്മിൽ ആവറേജ് ചെയ്യണം. നൗ ഫസ്റ്റും സെക്കൻഡും റാങ്ക് റിപ്പീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ 1 + 2 / 2 ദാറ്റ് ഇസ് 3/2, 1/2 ദാറ്റ് ഇസ് 1.5. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ റാങ്ക് സെയിം ആണ്, 1.5, 1.5. ഇനി അടുത്ത റാങ്ക് എത്ര റിപ്പീറ്റ് ചെയ്തേക്കുന്നത്? 18 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് റാങ്ക് 3ഉം 4ഉം ആണ്. അപ്പോൾ 3 + 4/2, 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5. അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് കൊടുക്കേണ്ട റാങ്ക് ഏതാണ്? 3.5, 3.5. ബാക്കിയുള്ള റാങ്കുകൾ വ്യത്യാസമൊന്നുമില്ല, 5, 6, 7. അപ്പോൾ ഇങ്ങനെ റാങ്ക് ചെയ്യുമ്പോൾ വെൻ ദർ ഇസ് എ ടൈ ബിറ്റ്വീൻ റാങ്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ റാങ്ക് ചെയ്ത് പോകുക. എന്നിട്ട് ടൈ വന്നിരിക്കുന്ന 2 റാങ്കും തമ്മിൽ നമ്മൾ ആവറേജ് ചെയ്യുക. ചിലപ്പോൾ 3 എണ്ണം കാണും. അപ്പോൾ 3 എണ്ണം 1, 17, 17, 17, അടുത്തത് 17 ആണെങ്കിൽ ഇത് 3ഉം കൂടി 3 + 2 + 1, 6/3 അങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റാങ്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡി കാണണം. ഡി ഈസ് ഈക്വൽ ടു R1 - R2. റാങ്ക് 1 -
റാങ്ക് 2. ദാറ്റ് ഈസ് 1 മൈനസ് 1.5. നമുക്ക് എത്ര കിട്ടും? മൈനസ് 0.5. അടുത്തത് 2 മൈനസ് 1.5, ദാറ്റ് ഈസ് 0.5. ബാക്കിയെല്ലാം ഞാൻ ചെയ്യുകയാണ്. ഫൈനലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ വാല്യൂവിൻ്റെ സ്ക്വയറാണ്, ഡി സ്ക്വയർ. അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂസ് പോസിറ്റീവ് ആക്കാനാണ് നമ്മൾ ഡി സ്ക്വയർ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈനസ് 0.5ൻ്റെ സ്ക്വയർ 0.25. എല്ലാം ഞാൻ ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ മാത്രം ടോട്ടൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് സിഗ്മ ഡി സ്ക്വയർ കാണണം. So when you add this, you will get sigma d square is 1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ടാബ്ലർ കോളം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് നമ്മളുടെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോകാം, ഫൈനൽ ഫോർമുല. ഇതിൻ്റെ ഫോർമുല കണ്ട് നമ്മൾ ആരും ഞെട്ടണ്ട. ചില കുട്ടികൾ ഇത് കാണുമ്പോൾ തന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. ബട്ട് കാണുന്ന പോലെ അത്രയും ഭീകരമല്ല അവസ്ഥ. ഫോർമുല ഇങ്ങനെയാണ്: 1 മൈനസ് 6 ഇൻറ്റു sigma d square plus 1/12 into m1 cube minus m1 plus 1/12 m2 cube minus m2 plus so on. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ m3 m4 അങ്ങനെ വരും, ബൈ n ക്യൂബ് മൈനസ് n. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫോർമുല മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏതൊക്കെ വാല്യൂസാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. 17 എന്ന് പറഞ്ഞ വാല്യൂ ആണ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഞാൻ m1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ m1 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 2 പ്രാവശ്യം. പിന്നെ എത്ര പ്രാവശ്യം പിന്നെ ഉള്ള വാല്യൂ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഏതാണ്? 18 ആണ്. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? അതും 2 പ്രാവശ്യം. സോ m2ഉം 2. ഇനി എനിക്ക് ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. n is equal to n എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. 1 2 3 4 5 6 7. n is 7. നമുക്ക് കിട്ടേണ്ട അൺനോൺസ് എല്ലാം കിട്ടി. ഇനി ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എത്ര കിട്ടിയത്? 1 ആണ്. സിഗ്മ ഡി സ്ക്വയർ 6 ഇൻറ്റു 1 പ്ലസ് 1/12 ഇൻറ്റു m1 2 2 ക്യൂബ് മൈനസ് 2. ഇവിടെയും 2 ക്യൂബ് മൈനസ് 2. ദ ഹോൾ ഡിവൈഡഡ് ബൈ n ക്യൂബ് 7 ക്യൂബ് മൈനസ് 7. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്തെന്ന് കാണിക്കാം. നമുക്ക് ഫൈനൽ ഉത്തരം കിട്ടുന്നത് 0.9643 എന്നാണ്. നമ്മളുടെ കാൾ പിയേഴ്സണിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മളിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. സോ വി ഇൻ്റർപ്രറ്റ് ഇറ്റ് ആസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ദീസ് 2 വേരിയബിൾസ് ആർ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ. ഇത് തമ്മിലുള്ള കോറിലേഷൻ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാക്ടീസ് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കുക. താങ്ക് യു വെരി മച്ച്.